ഹലോ, എല്ലാവർക്കും സുഖാണോ? ഞാൻ ഒരുപാട് നാളായിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്നത് സീഷെൽസിൽ ഒരു അടിപൊളി വ്യൂ പോയിന്റിലോട്ടാട്ടോ. ജൂൺ മാസം ഉണ്ടല്ലോ, ഇവിടെ 2-3 അവധി ദിനങ്ങളുണ്ട്. അതിന്റെ കൂടെ ഈ വീക്കെൻഡും കൂടി ചേർത്തിട്ട് ഞാൻ ഈ സൗത്ത് എൻഡിന്റെയും നോർത്ത് എൻഡിന്റെ, അതായത് സീഷെൽസിലെ 2 എൻഡ്, ചെറിയ രാജ്യമാണല്ലോ, ഒരുപാട് സമയം വേണ്ട 2 എൻഡുകളിലോട്ടും പോയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ദിവസം സൗത്ത് എൻഡും ഒരു ദിവസം നോർത്ത് എൻഡിലും പോയിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. പിന്നെ നടുഭാഗം നമുക്ക് എപ്പോ വേണമെങ്കിലും കാണിക്കാലോ. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതേ ബെലോം വ്യൂ പോയിന്റ് ആട്ടോ. ഞാൻ അവിടെ ഇൻട്രോയിൽ എഴുതിയേക്കുന്നത് ബെൽ ഓംബ്രെ എന്നാണെങ്കിലും ഇത് വായിക്കുന്നത് ബെലോം എന്നാണ്. ഇത് എവിടെയാ സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാല് സീഷെൽസിന്റെ മെയിൻ ലാൻഡ് ആയിട്ടുള്ള മാഹിയുടെ നോർത്ത് വെസ്റ്റ് എൻഡിലുള്ള ഒരു ഡിസ്ട്രിക്ട് ഉണ്ട്, ബെലോംസ് പറഞ്ഞിട്ട്. ആ ഡിസ്ട്രിക്റ്റിലാണ്, അത് ലാസ്റ്റ് ബസ് സ്റ്റോപ്പ് ആട്ടോ. അവിടെയാണ് നമ്മൾ ഈ കാണാൻ പോകുന്ന വ്യൂ പോയിന്റ് ഉള്ളത്. ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള വിക്ടോറിയയിൽ നിന്ന് വെറും 8 കിലോമീറ്റർ മാത്രമായിട്ടോ ഇവിടെ ദൂരമുള്ളൂ. അതായത് അവിടെ നിന്ന് ബസ് കയറി ഇവിടെ ലാസ്റ്റ് ബസ് സ്റ്റോപ്പാണ്, ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് പിന്നെ മുകളിലോട്ട് നടന്ന് കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യൂ പോയിന്റിൽ എത്താട്ടോ. നമ്മൾ ബസ്സിലാണ് പോകുന്നതെങ്കിൽ മാത്രമാട്ടോ നമ്മൾ ഈ വ്യൂ പോയിന്റ് വരെ നടന്നു പോകേണ്ടതുള്ളൂ. കാറിനാണ് വരുന്നതെങ്കിൽ കാർ ഈ വ്യൂ പോയിന്റ് തൊട്ടടുത്ത് വരെ പോകാൻ പറ്റും കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന ദിവസേ കുറച്ച് ലേറ്റ് ആയിപ്പോട്ടെ എത്താൻ. അപ്പത്തേക്ക് നമ്മുടെ സൂര്യൻ ചേട്ടൻ അങ്ങ് അസ്തമിച്ച്. അപ്പൊ ഹസ്ബൻഡിന്റെ വായിലുള്ള ചീത്തവിളി എല്ലാം കേൾക്കുകയും ചെയ്ത്, കാരണം ഞാനാണ് റെഡിയാവാൻ ലേറ്റ് ആയതേ. അപ്പൊ ഞാൻ ഒരു കാര്യം, ഈ പാറപ്പുറം കുറച്ച് ദൂരം വരെ ഉണ്ട്, അവിടെ വരെ ഞാനൊന്ന് പോയി ചെറിയൊരു വീഡിയോ എടുത്തിട്ട് തിരിച്ചു പോയി. എന്നിട്ട് പിറ്റേ ദിവസം വന്നിട്ടാട്ടോ ബാക്കി വീഡിയോ എടുത്തത്. അപ്പൊ നമ്മുടെ ഈ പാറപ്പുറത്തിന്റെ വ്യൂ ഒന്ന് കണ്ടിട്ട് വരാം. ഈ പാറപ്പുറം ഉണ്ടല്ലോ കുറച്ച് ദൂരം വരെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. നിങ്ങൾക്കിത് കാണിച്ചു തന്നാൽ ഇത് ക്യാമറയിൽ മൊത്തം ഇതിന്റെ വ്യൂ, ഇതിന്റെ ഭംഗി എടുത്ത് കാണിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അത്രയും സ്റ്റണ്ണിങ് വ്യൂ ആണ് ഇത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണെങ്കിൽ നമ്മുടെ ഈ സീഷെൽസിലെ മാഹി ഐലൻഡിലെ ഫേമസ് ബീച്ച് ആയിട്ടുള്ള ബുവാലോൺ ബീച്ചിന്റെ ഒരു വ്യൂ ഈ സൈഡിൽ നിന്ന് കിട്ടും, റൈറ്റ് സൈഡിൽ നിന്ന്. ലെഫ്റ്റ് സൈഡിലോട്ടാണെങ്കിൽ എന്താ പറയാ, ആൻസ് മേജർ ആ ഏരിയയിലുള്ള ബീച്ചിന്റെയും എന്താ പറയാ ആ കടലിന്റെയും എല്ലാം നല്ലൊരു വ്യൂ ആണ് അങ്ങോട്ട് കാണുന്നത്. പിന്നെ നേരെ നോക്കി കഴിഞ്ഞാൽ സിൽവർ ഐലൻഡ് മറ്റുള്ള ഐലൻഡിന്റെ വ്യൂ ഉണ്ട്. പിന്നെ എന്താ പറയാ, നല്ല ഞാൻ ലേറ്റ് ആയിട്ട് വന്നതുകൊണ്ട് ഈ കടലിന്റെ ഭംഗി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്റെ വീഡിയോയിലൊന്നും. നല്ല നീല കളറിൽ ഇങ്ങനെ തിളങ്ങും, സൂര്യപ്രകാശമൊക്കെ അടിക്കുമ്പോൾ നല്ല രീതിയിൽ തിളങ്ങും. അത്ര അടിപൊളിയാണ് കാണാൻ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാല്. പിന്നെ വൈകിട്ടാണെങ്കിലും നമുക്കിവിടെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണ്. ഞങ്ങൾ വൈകിട്ട് ചില സാറ്റർഡേയോ സൺഡേ ഒക്കെ ഒരു ഫ്ലാസ്കിൽ ചായയും കുറച്ച് വടയോ പരിപ്പ് വടയോ ഉഴുന്നുവടയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് കാറ്റൊക്കെ കൊണ്ടുവരുന്ന് സൺസെറ്റൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. ഞാൻ ഒരുപാട് നേരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല, നല്ല വ്യൂ ആണ്, നല്ല സ്റ്റണ്ണിങ് വ്യൂ ആണ്, ആനയാണ് ചേനയാണ്. പക്ഷെ ഞാൻ ഇതുവരെ നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ടുള്ള നല്ല അടിപൊളി വ്യൂ ഒന്ന് കാണിച്ചു തന്നിട്ടില്ല അല്ലേ. അപ്പൊ നമുക്കൊന്ന് കാണാം. നമ്മൾ കാണാൻ പോകുന്നേ ഡ്രോൺ വ്യൂ ആട്ടോ. അപ്പൊ നമുക്ക് ഡ്രോൺ ചേട്ടനോടൊന്ന് പറയാം, ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം. കാടും മലയും കടലും. സീഷെൽസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കുക, നല്ല അടിപൊളി ബീച്ചുകളുണ്ടല്ലോ അവിടെ നിന്നാണ് കേട്ടോ. പക്ഷെ ഈ പച്ച പരവതാനി വിരിച്ചു നിൽക്കുന്ന മലനിരകളും നീലച്ചായം പൂശിയ ഈ കടലും ഈ പാറക്കൂട്ടങ്ങളും തിരയും എല്ലാം കൂടി ചേർന്നിട്ടാണ് സീഷെൽസിനെ സുന്ദരിയാക്കുന്നത്. സീഷെൽസിലെ ഈ മലനിരകൾക്കിടയിലൂടെ എല്ലാം ഒരുപാട് നേച്ചർ ട്രെയിലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ ഹൈക്കിംഗ് സ്പോട്ടുകൾ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് വ്യത്യസ്തമായ മനോഹരമായ വ്യൂ പോയിന്റുകളിലോട്ടാട്ടോ. അതായത് നമ്മുടെ ഈ വാൾപേപ്പറിലെല്ലാം കാണുന്ന പോലെ നല്ല അടിപൊളി കടലിന്റെ ആണെങ്കിലും മലനിരകളുടെ ആണെങ്കിലും അതിമനോഹരമായ വ്യൂവിലോട്ടാട്ടോ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്.
എന്നാൽ അതുപോലൊരു നേച്ചർ ട്രെയിൽ ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ നമ്മൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ആ ട്രെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ്സ് മേജർ നേച്ചർ ട്രെയിൽ എന്നാണ് എൻ്റെ പേര്. ഇത് ഈ മലനിരകൾക്കിടയിലൂടെ അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ ഒരു ഹിഡൻ ബീച്ച് ഉണ്ട് കേട്ടോ. അവിടേക്കാണ് നമ്മുടെ ഈ ട്രെയിലിൽ കൊണ്ട് എത്തിക്കുന്നത്. ഈ പോകുന്ന വഴിക്ക് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, ഒരു കേവ് ഉണ്ട്, പിന്നെ ഒരു പൂൾ, ഒരു മലയിൽ നിന്നുള്ള വെള്ളത്തിൽ നിന്നുള്ള ഒരു പൂളുണ്ട്. നമ്മൾ ഈ പോകുന്ന വഴിയെ നല്ല അടിപൊളിയാണ്. നമ്മളൊരു ചെറിയ രീതിയിലുള്ള ഒരു അഡ്വഞ്ചർ ട്രിപ്പ് പോയ പോലെ ഒരു ഫീലും തരും. പക്ഷെ അത്ര റിസ്കി അല്ല പോകുന്ന വഴി, അത്രയും പ്രശ്നമുള്ള വഴികളും അല്ല. പക്ഷെ നമുക്ക് നല്ല അടിപൊളി ഒരു ഫീല് തരുന്ന ഒരു ട്രക്കിംഗ്, എന്താ പറയാ, ഒരു ഹൈക്കിംഗ് സ്പോട്ടാണ് കേട്ടോ ഇത്. അത് ബുവാലം ബീച്ചിലോട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. സീഷെൽസിലെ മാഹ ഐലൻഡിലെ ഫേമസ് ബീച്ചുകളിൽ ഒന്നായിട്ടുള്ള ബുവാലം ബീച്ച് ആണ് കേട്ടോ. ആ ഏരിയ ആണ് കേട്ടോ നമ്മളിപ്പോ കാണുന്നത്. നമ്മളിപ്പോ കണ്ട ഈ മലനിരകളെല്ലാം കാണുമ്പോൾ നമ്മുടെ ജുറാസിക് വേൾഡിലെ മൂവിയിൽ കാണുന്ന ചില ഏരിയയിലൊക്കെ ഇങ്ങനെ മലനിരകൾ കാണിക്കുന്നത് അതുപോലെ തോന്നത്തില്ല നിങ്ങൾക്ക്? സീഷെൽസിലെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്ന് ഇതാണ് കേട്ടോ. വൈകുന്നേരങ്ങളിൽ കയ്യിലൊരു കപ്പില് ചായയൊക്കെ ആയിട്ടിരുന്ന് സൺസെറ്റ് കണ്ട് ഈ മനോഹരമായ മലനിരകളും കടലും എല്ലാം കണ്ട് വന്നിരിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. ഞാനൊരു ബീച്ച് പേഴ്സൺ അല്ല കേട്ടോ. എനിക്ക് ബീച്ച് ഇഷ്ടമാണെങ്കിലും എനിക്ക് അതിനേക്കാളും കൂടുതൽ ഈ പച്ചപ്പും ഹരിതാഭയാട്ടോ ഇഷ്ടം. എന്റെ കണ്ണുകൾ കണ്ട ഭംഗി എന്റെ ക്യാമറ കണ്ണുകൾ കൊപ്പിയെടുക്കാൻ സാധിച്ചു എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ഈ കാഴ്ചകൾ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക, എന്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.